കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടിരിക്കുന്നു. മാവുങ്കാൽ മേൽപ്പാലത്തിലെ ടാർ ഇളകി കോൺക്രീറ്റിനിടയിലെ കമ്പികൾ പുറത്തു വന്ന നിലയിലാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. അരുൺ, മേഘ കൺസ്ട്രക്ഷൻ അതേ കമ്പനി, ആരോപണ വിധേയമായ കമ്പനിയാണ്. നിലവിൽ ഈ പറയുന്ന മാവുങ്കാൽ മേൽപ്പാലത്തിലെ ഈ ഇടത്തും കൺസ്ട്രക്ഷൻ നടത്തിയത് അതേ കമ്പനിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കമ്പികളെല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്ന നിലയിലാണ്. എപ്പോഴാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത്? എത്ര മാസത്തിനകമാണ് ഇതിപ്പോൾ ഈ നിലയിലായത്? മജിൻ, മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ ചുമതല ഈ റോഡിന്റെ കരാർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ റോഡിൽ മാവുങ്കാൽ മേൽപ്പാലത്തിലെ ടാർ ഇളകി കമ്പികൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴും ആ പ്രദേശത്ത് പല ഭാഗങ്ങളിലും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ റീച്ചിൽപ്പെട്ട, അതായത് ഒന്നാമത്തെ റീച്ച് നടത്തുന്ന ഊരാളുങ്കലാണ്. അത് തലപ്പാടി മുതൽ ചെർക്കള വരെയുള്ള ഭാഗമാണ്. ചെർക്കള മുതൽ ഈ നീലേശ്വരം വരെയുള്ള രണ്ടാം റീച്ചാണ് ഇപ്പോൾ മേഘ കമ്പനി നിർമ്മിക്കുന്നത്. ആ നിർമ്മാണത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അപാകത വന്നിരിക്കുന്നത്. നേരത്തെ മാവുങ്കാലിന് തൊട്ടടുത്ത് 2 തവണ വിള്ളൽ കണ്ടിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് തൊട്ടിപ്പുറത്ത് സർവീസ് റോഡ് 2 തവണ ഇടിയുന്നൊരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും അശാസ്ത്രീയമായ നിർമ്മാണം മേഘ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന കാര്യം വളരെ വ്യാപകമായി ആരോപണം ഉയർന്നു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഈ പ്രദേശത്ത്, അതായത് ഈ മാവുങ്കാൽ മേൽപ്പാലത്തിന് മുകളിൽ ടാർ ഇളകി കമ്പികളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുന്നുണ്ട്. റോഡിന്റെ പല ഭാഗങ്ങളും ദേശീയപാതയിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിവേഗതയിലാണ് വാഹനങ്ങൾ പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു അപകട സാധ്യത നിലനിൽക്കുന്നത്. പ്രജീഷ്, അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ അത് വളരെ വ്യക്തമാണ്. ടാർ അവിടെ ഇളകിപ്പോയിട്ടുണ്ട്, കമ്പികൾ പുറത്തേക്ക് വന്ന നിലയിലാണ്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണ് ഈ നിർമ്മാണത്തിന് പിന്നിലും പ്രവർത്തിച്ചത്. അരുൺ പാറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ്.